ഹായ്, ഞാൻ ഷെഫ് രഞ്ജിത്ത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മലായി ടിക്കയാണ്. അത് ഞാൻ ചെയ്യുന്നത് ഫേബറിൻ്റെ 6 ലിറ്റർ എയർ ഫ്രയറിലാണ്. അതിൽ നമുക്ക് ഫ്രൈ, റോസ്റ്റ്, ബേക്ക്, ഗ്രില്ല് എല്ലാം ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാറ്റാണ്. ഒരേ വലുപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ട് നമ്മൾ ചിക്കനെ മാറ്റും. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ ബോളിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അത് നമ്മൾ ബോളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മസാല ഇടാൻ പോവാണ്. ആദ്യം തന്നെ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്. ഇനി നമ്മളിതിലേക്ക് അല്പം ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഹാങ്കേഡ്, ഒരല്പം കോൺഫ്ലോറോ അരിപ്പൊടിയോ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തു. മാരിനേറ്റ് ചെയ്ത് നമ്മൾ 1 മണിക്കൂറിൽ മാറ്റി വയ്ക്കാം. എല്ലാം നന്നായിട്ട് മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കും പോലെ. ഇനി നമ്മൾ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. 1 മണിക്കൂറോളം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അത് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ മാറി. നമ്മൾ ഓരോരോ സ്ക്യൂവർ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് കയറ്റി വയ്ക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ചിക്കൻ ഈ സ്ക്യൂവറിലേക്ക് കയറ്റി വയ്ക്കാൻ. ഈ ഒരു ഗ്യാപ്പിൽ ചിക്കൻ ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് സ്ക്യൂവറിലേക്ക് ഓരോന്നായിട്ട് കയറ്റി ചിക്കൻ നമ്മൾ സ്ക്യൂവറിലേക്ക് കയറ്റി വെച്ചു. നമ്മൾ ബാസ്ക്കറ്റിലേക്ക് എല്ലാം വയ്ക്കാൻ പോവാണ്. ഓരോരോ പീസുകളായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണ്. നമ്മൾ ചിക്കൻ എല്ലാം ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുത്തു. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 85% ഓയിൽ കുറച്ച് മതി എയർ ഫ്രയറിൽ നമ്മൾ ചിക്കൻ തയ്യാറാക്കുമ്പോൾ. നമുക്കിതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ആവണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പവർ ഓൺ ആക്കി. അതിൽ 8 പ്രീസെറ്റ് മെനു ആണ് വരുന്നത്. നമുക്ക് വേണ്ട ചിക്കൻ്റെ ഫംഗ്ഷനാണ്. അത് നമ്മൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്തു. ചിക്കൻ്റെ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി റെഡിയായി. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും ടൈമിങ്ങും എല്ലാം ഓക്കെ ആയിട്ട് വന്നു. ഇനി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ചിക്കൻ കറക്റ്റായിട്ട് കുക്കായിക്കോളും. നമുക്ക് വേറെ ഒരു തരത്തിലുള്ള നമുക്ക് അടുത്ത വർക്ക് ചെയ്യാം. ആ സമയത്തിനുള്ളിൽ ചിക്കൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു സിഗ്നൽ കേട്ടാൽ മാത്രം നമുക്കിത് ഓപ്പൺ ആക്കിയാൽ മതി. ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് പുറത്തെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്ചറിൽ ചിക്കൻ കിട്ടി. എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ കുക്കായി നമുക്ക് കാണുമ്പോൾ അറിയാം. എല്ലാ സൈഡും ഒരേപോലെ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ സ്വൽ ഹീൽ ടെക്നോളജി ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും കുക്കാവാണ്ടിരിക്കില്ല. എല്ലാ സ്ഥലവും ഒരേപോലെ കളറായിട്ട് കിട്ടി. നമുക്കിനി പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. നല്ലൊരു റിച്ച് ലുക്കിലാണ് നമുക്ക് നമ്മുടെ മലായി ടിക്ക കിട്ടിയിരിക്കുന്നത്. ടെൻഡർ, ജ്യൂസി ആൻഡ് ഡ്രീമി മലായി ടിക്ക റെഡി ആയി കഴിഞ്ഞു.